വരുന്നത്. 5% GST ചാർജ് ആവുന്നത്, അല്ലാണ്ട് 10 രൂപയല്ല. 165 അല്ലെങ്കിൽ 170 ആവുന്നില്ല. 162 സംതിങ്ങിലാണ് ആ റേറ്റ് തീരുന്നത്. പിന്നെ ബണ്ടിലായിട്ട് എടുക്കുന്നവർക്കും ബെയിൽ ടു ബെയിലായിട്ട് എടുക്കുന്നവർക്കും ഈ റേറ്റിൽ വ്യത്യാസമുണ്ട്. മിനിമം പർച്ചേസ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 10 പീസാണ്. 10 പീസ് എടുക്കുമ്പോൾ കൊറിയർ ചാർജ് വന്നത് 100 രൂപയും ഇന്ത്യ പോസ്റ്റിലാണെങ്കിൽ 120 രൂപയാണ് വന്നത്. 320 ആണെങ്കിൽ അതിന് ചെറിയൊരു റേറ്റ് വ്യത്യാസമുണ്ട്. അത് GSM കൂടുതലുള്ള മെറ്റീരിയലിന് വെയിറ്റ് കൂടും. അപ്പോൾ അതനുസരിച്ച് ചെറിയൊരു റേറ്റ് വ്യത്യാസവും രണ്ടിലും കാണിക്കും. പിന്നെ ഒരു 45-50 പീസിൻ്റെ മുകളിലേക്കുള്ളതാണ് നമ്മൾ പാഴ്സലിൽ അയക്കുള്ളൂ. അതിപ്പോൾ ഔട്ട് സൈഡ് ആണെങ്കിലും ഇൻസൈഡ് ആണെങ്കിലും പാഴ്സൽ സർവീസ് അയക്കുമ്പോൾ ഇൻസൈഡ് ആണെങ്കിൽ 190 രൂപ, ഔട്ട് സൈഡ് ഇപ്പോൾ ഏകദേശം 50 പീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 220 രൂപ 230 രൂപ അങ്ങനെയൊക്കെയാണ് ചാർജ് വന്നത്. ബെയിലിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ മിനിമം 300 പീസാണ്. അത് 300 പീസ് കഴിഞ്ഞാൽ പിന്നെ അത് 600 പീസ് അങ്ങനെയാണ് അത് ബില്ല് ചെയ്ത് പോണത്. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. ഏതൊക്കെ ബ്രാൻഡാണ് അവൈലബിൾ ആയിട്ടുള്ളത് ബെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, റേറ്റ് കാര്യങ്ങൾ എങ്ങനെയാണ് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. ഇപ്പോൾ നിങ്ങളൊരു യൂണിറ്റ് നടത്തുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ല യൂണിറ്റ് നടത്താൻ ഉദ്ദേശം ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോലും ബെയിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ 5-8 യൂണിറ്റുകൾക്ക് നമ്മൾ ക്ലോത്ത് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരുപാട് കുടുംബശ്രീ യൂണിറ്റുകളുണ്ട്, അവർക്കും നമ്മൾ ക്ലോത്ത് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ എപ്പോഴും ഒരു മിനിമം ക്വാണ്ടിറ്റിയുടെ മുകളിൽ എടുക്കാൻ ശ്രദ്ധിക്കുക. അതായത് 25 പീസൊക്കെ എടുക്കാൻ എപ്പോഴും ട്രൈ ചെയ്യുക. എന്ന് വെച്ചാൽ 25 പീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കൊറിയർ ചാർജ് കുറവുണ്ട്. പിന്നെ നിങ്ങളുടെ ഷോപ്പിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് ഷോപ്പിൽ കൊണ്ടുവന്ന് തരുന്നതാണ്. അപ്പോൾ പിന്നെ പാഴ്സലിൽ എടുക്കുന്നവർക്ക് ഷോപ്പിൽ കിട്ടാനായിട്ട് അതായത് ബ്രാഞ്ചിൽ നിങ്ങൾ സംസാരിക്കണം. അവരാണ് ഡോർ ഡെലിവറി ചെയ്യണത്. അപ്പോൾ അവരായിട്ട് സംസാരിച്ച് ഡീൽ ചെയ്താൽ മാത്രമാണ് നമുക്കത് ഡോർ ഡെലിവറി അതിനകത്ത് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ വീഡിയോയും ഇതിലെ കളക്ഷൻസും എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രൂപപ്പെടുത്തുക. ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ നിങ്ങൾ ട്രൈ ചെയ്യുക. അടുത്തൊരു പുതിയ വീഡിയോയും പുതിയ കളക്ഷൻസായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.